നമസ്കാരം. എല്ലാ ദിവസവും സഞ്ജുവിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മൾ ക്രിക്കറ്റ് മലയാളി പ്രേക്ഷകർ. ദുലീപ് ട്രോഫിക്കുള്ള 4 ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചതും സഞ്ജുവിന്റെ പേര് തന്നെയായിരുന്നു. അവിടെ സഞ്ജുവിന്റെ അഭാവമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും എല്ലാവരെയും വിഷമിപ്പിച്ചതും. ഇന്ത്യയുടെ പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫി കളിക്കണമെന്നാണ് ടീം മാനേജ്മെന്റ് തന്നെ നിർദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മിക്ക പ്രമുഖരും ടീമിൽ ഇടം നേടിയപ്പോഴും സഞ്ജു തഴയപ്പെട്ടത് വലിയ ചർച്ചയായിരുന്നു. ശ്രീലങ്കയ്ക്കെതിരെ 2 T20യിലും സഞ്ജു ഡെക്കിനാണ് പുറത്തായത്. ഇതോടെ സഞ്ജു ഇന്ത്യൻ ടീമിന് പുറത്തായ അവസ്ഥയാണ്. തിരിച്ചുവരാൻ സഞ്ജുവിന് ദുലീപ് ട്രോഫിയിൽ തന്നെ തിളങ്ങേണ്ടത് അത്യാവശ്യമാണെന്നിരിക്കെയാണ് അദ്ദേഹത്തെ തഴഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ സഞ്ജുവിനെ തഴഞ്ഞതല്ല എന്നും വിശ്രമം അനുവദിച്ചതാണെന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്നെ സഞ്ജു ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. IPLന് പിന്നാലെ T20 ലോകകപ്പിലും സിംബാബ്വെ പര്യടനത്തിലും ശ്രീലങ്കൻ പര്യടനത്തിലും ഒക്കെ തന്നെയും സഞ്ജുവിന്റെ സാന്നിധ്യം നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജു വിശ്രമം ആവശ്യപ്പെട്ടതിനാലാണ് ദുലീപ് ട്രോഫിയിൽ ആദ്യ മത്സരങ്ങൾക്കുള്ള ടീമിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിരുത്തിയത് എന്നാണ് പറയപ്പെടുന്ന റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ആദ്യ 2 മത്സരങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങളെല്ലാം തന്നെ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയ്ക്കായി പോവുകയും ചെയ്തു. ഇതോടെ ദുലീപ് ട്രോഫി ടീമിൽ മാറ്റം വരുത്തേണ്ടതായി വരികയും ചെയ്യും. ടെസ്റ്റ് പരമ്പരയിൽ തന്നെ സഞ്ജു സാംസണിന് സീറ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവസാന മത്സരങ്ങളിൽ സഞ്ജു സാംസൺ കളിച്ചേക്കുമെന്നാണ് വിവരം പറയുന്നത്. നിലവിൽ സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ടീമിലും ഇടം പ്രതീക്ഷിക്കാനാവില്ല. ദുലീപ് ട്രോഫിയിലെ അവസാന മത്സരങ്ങളിൽ മിന്നിച്ചാൽ സഞ്ജുവിന് നേരിയ തിരിച്ചുവരവ് പ്രതീക്ഷ ലഭിക്കും. അതുകൊണ്ട് തന്നെ സഞ്ജു ദുലീപ് ട്രോഫിയിലെ ആദ്യ മത്സരങ്ങൾ കളിക്കില്ലെങ്കിലും 2ാം ഘട്ടത്തിലെ മത്സരങ്ങൾ കളിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ സഞ്ജു സാംസൺ വിശ്രമസമയം ആഘോഷിക്കുകയാണ്. ഭാര്യയോടൊപ്പം വിദേശത്ത് ടൂറിലാണ് അദ്ദേഹം ഇപ്പോൾ. എന്തായാലും ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നതായി സഞ്ജുവിന് കൂടുതൽ ഗുണം ചെയ്യുകയെന്ന് തന്നെ പറയണം. നിലവിൽ IPLൽ സഞ്ജുവിന്റെ കൂടുമാറ്റ റിപ്പോർട്ടുകളാണ് സജീവമായി നിൽക്കുന്നത്. രാജസ്ഥാൻ റോയൽസ് വിടാൻ തയ്യാറായി നിൽക്കുന്ന സഞ്ജു എങ്ങോട്ടായിരിക്കും പോവുക എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ടീമിന്റെ പേര് തന്നെയാണ് സഞ്ജുവിനെ വിളിക്കാനുള്ള ടീമിന്റെ പേരിന്റെ പട്ടികയിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്നത്. രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു ടീം വിട്ട് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോയേക്കുമെന്ന് പുറത്തുവരുന്ന വിവരത്തിലും പറയുന്നുണ്ട്. സഞ്ജുവിന് കീഴിൽ രാജസ്ഥാൻ റോയൽസ് ഫൈനൽ കളിച്ചിട്ടുണ്ട്. എന്നാൽ കപ്പിലേക്ക് എത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നായക സ്ഥാനത്ത് നിന്ന് രാജസ്ഥാൻ സഞ്ജുവിനെ മാറ്റാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക എന്നത് വളരെ പ്രയാസമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല. സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മടങ്ങിവരവ് കടുപ്പമാണെന്നത് തന്നെയാണ് വസ്തുത വരാനിരിക്കുന്നത്. ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ സഞ്ജുവിന് ഗംഭീര പ്രകടനം കാഴ്ചവെക്കാനാവാതെ ഇന്ത്യൻ ടീമിലിടം പ്രതീക്ഷിക്കേണ്ട. ദുലീപ് ട്രോഫിയിൽ സഞ്ജു കസറേണ്ടതുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന രഞ്ജി ട്രോഫിയിലും സഞ്ജു ഭിന്നിക്കണം. കേരള ടീമിന്റെ നായക സ്ഥാനത്ത് സഞ്ജു ഉണ്ടാകുമെന്നാണ് വിവരം. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് മികവ് കാട്ടാതെ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇക്കാര്യം ഗൗതം ഗംഭീർ അടക്കം പരോക്ഷമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ താരങ്ങളുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം വിലയിരുത്തി മാത്രം ടീമിലേക്ക് എടുത്താൽ മതിയെന്നാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ പ്രയാസമാണെന്ന് തന്നെ പറയാം. എന്തായാലും സഞ്ജുവിന് ദുലീപ് ട്രോഫിയിൽ തിളങ്ങാനായാൽ ബംഗ്ലാദേശ് T20യിലേക്ക് വിളി ലഭിക്കുമെന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം.